ആദ്യം നമുക്ക് നമ്മുടെ മന്ത്രി പറയുന്ന ഒന്ന് കേട്ടു നോക്കാം. കേട്ടോളൂ. എന്തു വന്നാലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷ ഗവൺമെന്റ് എന്നുള്ളത് ആർക്കും തർക്കമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ പറ്റി ഇന്ന കാര്യം ചെയ്തില്ല എന്ന് ആരും പരാതി പറയുന്നില്ല. കേട്ടല്ലോ. ഇനി ഒരു പ്രവാസി, അദ്ദേഹം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന ഒരു ഓട്ടോറിക്ഷ ലോണായിട്ടെടുത്തു. പക്ഷെ ഈ ഓട്ടോറിക്ഷ ഓടാൻ നമ്മുടെ സഹാക്കള് സമ്മതിക്കുന്നില്ല. എന്നാ ചോദിക്കും, ഇദ്ദേഹം ആരാണ്? അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഇദ്ദേഹം ഒരു സഹാവാണ്. വെറും സഹാവല്ല, സൈബർ പോരാളിയാണ്. അദ്ദേഹത്തിന്റെ അനുഭവം ഒന്ന് കേട്ടു നോക്കൂ. ഒരു പ്രവാസി ഇവിടെ വന്നിട്ട് ഒരു സംരംഭം തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ഇവിടെയുള്ള CPI, ഒരു കമ്മ്യൂണിസ്റ്റാണ് ഞാൻ, ഉസ്മാൻ DK എന്ന എന്റെ പ്രൊഫൈല് 5K+, ഞാൻ പോരാടുന്ന ഒരു സൈബർ പോരാളിയാണ്. എന്റെ വാർഡിലുള്ള CPMന്റെ സൈബറിന്റെ കാര്യങ്ങൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി CPM ഓഫീസിൽ ഞാനാ പോലെ. എന്തുകൊണ്ടാണ് അവർ എന്നെ സമ്മതിക്കാതെ? എനിക്കൊരു ഒരു ഒരു അറിവുമില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ട് ഒരു പ്രവാസിക്ക് കേരളത്തിൽ വന്നിട്ട് ഇതൊരു ഓട്ടോറിക്ഷയാണ്, നിങ്ങൾക്കറിയാം. ഒരു ഓട്ടോറിക്ഷ ഓടിയാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു കുടുംബം മിനിമത്തിൽ തന്നെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അത് ഇവിടെയുള്ള മുടക്കല്ലൂരുള്ള പ്രാദേശിക CPM നേതൃത്വവും CITUവിന്റെ നേതൃത്വവും പോലീസിൽ 2 പരാതി കൊടുത്തു. അതിന്റെ പരിണിത ഫലമായിട്ട് പോലീസ് നിരന്തരം അവരെ വരികയും 2 ദിവസം പോലീസ് എസ്കോർട്ട് അവരെ വന്ന് തന്നെ ഓടിച്ചു. പോലീസ് പോയാൽ അവർ തടയും. പോലീസ് നിരന്തരമായിട്ട് അങ്ങനെ പോലീസ് പറയുന്നതും അവർ കേൾക്കുന്നില്ല. ഇന്നിപ്പോ ഒരു ASIയും ഒരു പോലീസും അവിടെ വന്നിട്ട് ഈ മീറ്റിംഗിന്റെ കാര്യം പറയാൻ വന്നിട്ട് വളരെ ഹാർഷായിട്ടാണ്, കയ്യേറ്റം ചെയ്യുന്ന രീതിയിൽ പോലീസിനോട് അവർ ഇടപെട്ടത്. അവിടെയുള്ള ആളുകൾ ഇന്ന് മെയ് 1 ഇന്ന് തൊഴിലാളി ദിനല്ലേ? എന്റെ ഗതികേട് നോക്ക്. ഒരു പ്രവാസിയായ ഒരു CPM പ്രവർത്തകൻ ഒരു ഓട്ടോറിക്ഷയായിട്ട് റോഡ് മേൽ അലയ്യാന്ന് വെച്ചാൽ, ആക്രമിക്കപ്പെടുക എന്ന് വെച്ചാൽ എന്താണ് ഇവിടുത്തെ സിസ്റ്റം? കേട്ടല്ലോ. വേറൊരു പാർട്ടിക്കാരനല്ല, ഒരു CPM കാരനാണ് ഇത് പറയുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ.